വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ കണ്ണെഴുതാം എന്ന് കാണിക്കാനായിട്ട് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും കണ്ണൊക്കെ എഴുതാനായിട്ട്. ഞാനത്ര എക്സ്പെർട്ട് ഒന്നുമല്ല. ഇത് കൂടുതലും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് യൂസ്ഫുൾ ആവുക കേട്ടോ. കാരണം ഞാൻ കണ്ണെഴുതാൻ പഠിച്ചിട്ട് അധികം ആയിട്ടില്ല. കുറച്ചൊക്കെ നന്നായിട്ട് എഴുതാനൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോഴേക്കും കൊറോണ എല്ലാം വന്നിട്ട് ഇപ്പം എങ്ങോട്ടും പോകുന്നില്ലല്ലോ. സോ കണ്ണെഴുത്തൊക്കെ കണക്കാണ്. ലൈനർ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ എഴുതാറ്. ചാലു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജോബ് ബീറ്റ് കഴിഞ്ഞ ഹോസ്റ്റലിൽ നിന്നപ്പം അവളാണ് ഫസ്റ്റ് ഈ കാജൽ കൊണ്ട് എഴുതാനായിട്ട് എന്നെ പഠിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൾ എഴുതി കണ്ടിട്ടാണ് ഞാൻ മുകളിലും താഴെയും കാജലും കൊണ്ടാണ് ഫസ്റ്റ് എഴുതി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാജൽ ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ കാജൽ അത്ര മുതലാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐലൈനർ കൊണ്ട് എഴുതാനായിട്ട് പഠിച്ചത്. ഇതെനിക്ക് മേരി ഉണ്ട് കേട്ടോ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മേരി. അവളാണ് ഇങ്ങനെ അവൾ താഴെ മുകളിലൊക്കെ ഐലൈനറും കൊണ്ട് തന്നെയായിട്ട് എഴുതുന്നത്. പക്ഷേ അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ താഴെ പെൻസിൽ വെച്ചിട്ടും മുകളിൽ ഐക്കോണിക് ഐലൈനർ വെച്ചിട്ടും എഴുതാറുണ്ട്. എല്ലാവരും പറയാറുണ്ട് കണ്ണെഴുതി കുട്ടി, കണ്ണിന് ഒരു ജീവനില്ലാത്ത കണ്ണ് പോലെ ഉണ്ട്, ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു കണ്ണ് എഴുതുന്നത്. പക്ഷെ ഒന്നാമത്തെ കാര്യം വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ മടിയാണ്. അപ്പൊ എനിക്ക് തന്നെ തോന്നും ചിലപ്പോൾ അയ്യോ ഭയങ്കര ഡള്ളായിട്ടിരിക്കുവാണല്ലോ എന്ന് തോന്നുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് താഴെ മാത്രം ഇത് വെച്ചിട്ട് കണ്ണെഴുതും. അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. സോ എനിക്ക് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഐബ്രോസ് ഒന്ന് നോക്കരുത്. ഐബ്രോസ് ഒക്കെ എടുത്തിട്ട് 2 മാസമായി. സോ അങ്ങനെ കാണാം. ഫസ്റ്റ് വന്നിട്ട് ഇതുപോലൊരു സ്റ്റിക്ക്. ഞാൻ ഐക്കോണിക്കിന്റെ കാജലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തൊട്ടേ ഇതാണ് യൂസ് ചെയ്യല്. സോ ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യല്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ ആ കാജൽ വെച്ചിട്ട് എഴുതാം. ഞാൻ ജസ്റ്റ് കണ്ണാടി നോക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. കണ്ണിങ്ങനെ പിടിക്കുക. പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾ കുറേ വരാറുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾ വരും. ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉറക്കം കൂടിപ്പോയാലോ ഉറക്കം കുറഞ്ഞു പോയാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് ഡാർക്ക് സർക്കിൾ വരാറുണ്ട്. പക്ഷെ അതങ്ങ് തന്നെ പോവാറുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫേസ് ടിപ്പിൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ഈ കണ്ണിന് വേണ്ടിയിട്ട് എന്നുള്ള രീതി ചെയ്യാറില്ല. മൊത്തത്തിൽ ഫേസിൽ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ താഴെയും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിത് പോവാറുണ്ട്. ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അതിനെ അങ്ങനെ അത്ര കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ഡാർക്ക് സർക്കിൾ വരുന്നൊരു ടൈപ്പാണ്. സോ ഫസ്റ്റ് കാജലെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തിടുക്കത്തിലൊക്കെ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ലൈൻസ് മാത്രം ഇങ്ങനെ ആദ്യം ചെറിയൊരു അങ്ങനെ ഔട്ടർ ലൈൻ ഇട്ട് കൊടുക്കും. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇനി ഡാർക്കൺ ചെയ്യും കേട്ടോ. കണ്ണിങ്ങനെ കുറച്ച് വലിച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഇങ്ങോട്ടേക്ക് കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഈ ഒരു സ്റ്റൈൽ. ഇത് കുറച്ച് ബഡ്സ് ഒക്കെ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് കുറച്ചൊരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഞാനങ്ങനെയൊന്നും മെനക്കെടാറില്ല. ഞാനിങ്ങനെ എഴുതി കേട്ടോ. താഴേക്കും കൂടെ ആയിട്ട് അങ്ങനെ എഴുതി കണ്ണിൻ്റെ ഇവിടെ ഈ പീരിയഡ് ഇവിടെ കുറച്ച് ഡാർക്കും ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ? നോക്കും, ഇപ്പം കുറച്ച് നല്ല വ്യത്യാസം തോന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നത്തേക്കാളും കുറച്ചും കൂടി കണ്ണിനൊക്കെ ഒരു ജീവൻ വെച്ച പോലെ തോന്നില്ലേ? കണ്ടോ? ഇനി ഞാൻ എഴുതുന്നത് ഇത് ഞാൻ നോർമലി പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എഴുതാറ്. ചിലപ്പോൾ എനിക്ക് ഇത്രയും ഡാർക്കൺ ചെയ്യാൻ സമയം കിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ലൈൻസിൽ മാത്രം കുറച്ച് ഡാർക്കായിട്ട് എഴുതിയിട്ടാട്ടോ പോവാറ്. കണ്ടോ? കുറച്ച് വലിപ്പം വെച്ചത് തോന്നില്ലേ? ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇന്നാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ കാജൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു കാജലല്ല ഐലൈനർ എടുത്തിട്ട് തിന്നായിട്ട് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ഞാനങ്ങനെ തിന്നാക്കാറില്ല. തിന്നാക്കിയിട്ട് കൊടുക്കുക. തിന്നാക്കിയിട്ട് കൊടുക്കാതെ എഴുതാറുണ്ട് കേട്ടോ ഞാൻ. പക്ഷേ ചില സമയത്ത് അത്ര ശരിയാവില്ല. അപ്പം അത്യാവശ്യം ഈ രീതിയിലെടുക്കുക. ഇതിലല്ലേ ഇങ്ങനെ കുറേ നാളായിട്ട് എടുക്കാതിരുന്നിട്ട് ഇതൊക്കെ പോയെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ കണ്ണിങ്ങനെ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ എഴുതാൻ പറ്റാറുണ്ട്. ഫസ്റ്റ് ഇവിടെ നിന്നാണ് ഞാൻ എഴുതാറ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് തിന്നായിട്ട് എഴുതുക.
എടുത്തിട്ട് ഇങ്ങനെ ഇനി അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. താഴേക്കും കൂടെ കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കും. ഈ ഒരു പോർഷന് കുറച്ച് കൂട്ടി മുട്ടിച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ. എന്നിട്ട് ചെറുതായിട്ട് ഇതിങ്ങനെ ആക്കി കൊടുത്ത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് നമുക്ക് തോന്നിക്കും. ഇത് ഫസ്റ്റ് എഴുതുമ്പോൾ കണ്ണിലെല്ലാം പോകും കേട്ടോ. ഇപ്പം വലിയ കണ്ണ് പോലെ തോന്നില്ലേ? ഇതൊക്കെ വെറും തട്ടിപ്പട്ട ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വലിയ കണ്ണൊന്നുമല്ല എൻ്റെ. കണ്ടോ, വലിയ കണ്ണ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇങ്ങനെയാട്ടോ വലിയ കണ്ണ് പോലെയൊക്കെ എല്ലാവരും തോന്നിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞി കണ്ണല്ലേ. ഇങ്ങനെ ചില സമയത്ത് എഴുതുമ്പോൾ രണ്ടും പോലെ ഇരിക്കും കേട്ടോ. ഒരു കണ്ണ് പോലെ ആയിരിക്കില്ല അടുത്ത കണ്ണ് എഴുതിയേക്കുന്നത്. അങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതി പഠിക്കണം. അയ്യോ, അതിന് മുന്നൊരു കാര്യമുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ക്രീം ഇട്ടിട്ട് ഒന്നെങ്കിൽ പൗഡർ ഇടും, അല്ലെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് പടർന്നു പോയത് ഇങ്ങനെ പടരില്ല. ഇതിപ്പോൾ ഓൾറെഡി മുന്നേ ഞാൻ ഇട്ടത് ഇത് തുടച്ചിടാനല്ല അടുത്തത് ഇങ്ങനെ എഴുതുന്നത് കാണിച്ചു തരാൻ പറ്റും. ഈ ഒരു ലുക്കൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം, പക്ഷെ വേറൊരു രീതിയിൽ എഴുതുന്നത്. അപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വെറ്റ് ടിഷ്യൂ ഉണ്ട് കേട്ടോ. ടിഷ്യൂ ഒന്ന് വാങ്ങിക്കോ. വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കുക. കണ്ടോ, പെട്ടെന്ന് തന്നെ പോകും. ഇതാ അടുത്തത് എഴുതാൻ പോകുന്നതും താഴെ കാജൽ തന്നെ വെച്ചിട്ട് ഞാനിപ്പോൾ എഴുതിയ പോലെ തന്നെ എഴുതുക. ഫസ്റ്റ് മുകളിൽ ഇത് എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. ആദ്യം ഇത് എഴുതിയിട്ട് താഴെ എഴുതിയാലും മതി. ചിലർക്ക് മുകളിൽ മാത്രമേ എഴുതുന്നതായിരിക്കും ഇഷ്ടമുള്ളൂ. അങ്ങനെയുള്ളവർ അങ്ങനെ എഴുതുക. ഇവിടെ ഞാൻ എഴുതി കാണിക്കും. ഇങ്ങനെയൊരു ലൈൻ ആദ്യം ഇട്ടിട്ട് കണ്ടോ, അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയൊരു വേവി പോലെ ഇങ്ങനെ മുകളിലേക്ക് അത് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ആക്കി കൊടുത്തേ. ഇത് ശരിക്കും താഴെ എഴുതാണ്ടിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു കണ്ണിന് അല്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ എഴുതുന്നതിന്. പിന്നെ ചിലരിങ്ങനെ ഈ ലാഷസിൽ ഇങ്ങനെ ഷാർപ്പൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താ എനിക്കത്ര അറിയത്തില്ല അത്. കുറേശ്ശെ ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടോ. താഴെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വെച്ചിട്ട് തൂത്താൽ മതി കേട്ടോ. എല്ലാം പോയിക്കോളും. ഇതൊക്കെ ഞാൻ റീസെൻ്റായിട്ട് കണ്ടുപിടിച്ചാണേ. അറിയായിരിക്കും എല്ലാവർക്കും, പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നത് വേറെ തന്നെയാണല്ലോ. നമ്മൾ എങ്ങനെ എഴുതിയാലും ഭംഗി ഉണ്ടായിരിക്കണം. അത്രേ ഭയങ്കര ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയിട്ടൊരു ഭംഗിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്ത് ചെയ്താലും ഭംഗി വരണം, എനിക്കതേ ഉള്ളൂ. ഇത് വെച്ചിട്ട് അങ്ങനെ ഇതൊന്ന് കാണിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുകളിൽ ഐലൈനറും കൂടി ഇട്ട് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. ഞാനങ്ങനെയൊന്നും മെനക്കിടാറില്ല. ഇത് തന്നെ എഴുതുമ്പോൾ നല്ല ഡാർക്കായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് അവിടെ വെച്ച് നിർത്തും. ഞാൻ മുകളിൽ മാത്രം എഴുതിയിട്ടൊരു ലുക്ക് കാണിച്ചു തരാം. അത് പോകുമോ നോക്കട്ടെ കേട്ടോ. ഞാനിത് ഉപയോഗിച്ച് കുട്ടിക്കൊന്നും ഉണ്ടാവില്ല ലാസ്റ്റ്. ഇതുകൊണ്ടിങ്ങനെ കുറേ തവണ എഴുതിയിട്ട് കണ്ണ് എടുക്കും. പോണ്ട് കേട്ടോ. ഇതുകൊണ്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ ട്രൈ ചെയ്തതാണ്.
മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി കളയട്ടോ. ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയത്തില്ല, എനിക്കങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല. ബിഗിനേഴ്സിനാണ് കുറച്ചുകൂടെ നല്ലതിന്. അങ്ങനെ കോലി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക തുമ്പത്തെത്തുമ്പോഴേക്കും. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർക്ക് ഇവിടെ തിന്നായിട്ട് എടുക്കുന്നതായിരിക്കും ഇഷ്ടം. കണ്ടോ, മുകളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമലി ഇതിൻ്റെ താഴെ ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുറച്ച് കട്ടിക്ക് ഈ ഇതിട്ട് കൊടുക്കും. എന്താ ഇത്, കോമ്പാക്ട് പൗഡർ. അപ്പം നമ്മൾ ഡാർക്ക് സർക്കിളൊന്നും അത്ര കാണില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യാറ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ പെട്ടെന്ന് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.